ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ 1ാമത്തെ പാഠമായ ഹരിതഭൂമി എന്നതാണ്. ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച അല്ലേ. അപ്പം നമ്മുടെ ചുറ്റും കാണുന്നത് പച്ച നിറത്ത് കാണുന്നതാണ് സസ്യങ്ങളെയാണ് അല്ലേ, അവയുടെ ഇലകൾ. അപ്പം ഭൂമിയിലെ കുറച്ച് സസ്യങ്ങളെക്കുറിച്ചും അവയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഇത് നമ്മൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് കാണുന്നത് അല്ലേ, കുറേ കുട്ടികൾ കളിക്കുന്ന ചിത്രമുണ്ട് അല്ലേ, കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പാട്ടിൻ്റെ പേര്? തൊട്ടുവാ പൈങ്കിളിയേ. അപ്പോൾ നമുക്കതൊന്ന് പാടി നോക്കിയാലോ. തെയ്യക്കം 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 താര മാമരം തൊട്ടുവാ പൈങ്കിളിയെ, കിളിതൊട്ട മരമേത് മരമതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ. തെയ്യക്കം 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 താര പൂവൊന്ന് തൊട്ടുവാ പൈങ്കിളിയെ, കിളിതൊട്ട പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവതിൻ നിറമെന്ത് പറയാമോ. തെയ്യക്കം 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 താര ഇലയൊന്ന് തൊട്ടുവാ പൈങ്കിളിയെ, കിളിതൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇലതന്നാകൃതി പറയാമോ. അപ്പം ഇവിടെ കിളിതൊട്ട പൂവേത്, പിന്നെ കിളിതൊട്ട ഇലയേത്, പിന്നെ മരമേത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കളികളാണ് അല്ലേ കുട്ടികൾ കളിക്കുന്നത്. അപ്പം ഒരുപാട് മരങ്ങളുണ്ട്, പലതരത്തിലുള്ള ഇലകളുണ്ട്, പലതരത്തിലുള്ള പൂവൊക്കെ ഉണ്ട് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ. കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? അപ്പം നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ചെടികളെ തൊടാൻ അവസരം ലഭിക്കുന്നു എന്ന് നോക്കണം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇപ്പോൾ അവർ കളിച്ചപ്പോൾ ഓരോരോ സസ്യങ്ങളൊക്കെ തൊട്ടിട്ടില്ലേ, അപ്പം അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സസ്യങ്ങളെപ്പറ്റി അറിയാമെന്നുള്ളത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാം. നമുക്കൊന്ന് അത് എഴുതി നോക്കാം. എന്തൊക്കെ നമുക്ക് എഴുതാം? തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, തുളസി, ചെമ്പരത്തി, മന്ദാരം, ചേന, വാഴ, ചീര. ഇത് മാത്രമല്ല കേട്ടോ, മക്കൾക്കറിയുന്ന വേറെയും സസ്യങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കാം കേട്ടോ. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ചെടിയുടെ ഒരൊറ്റ ചിത്രമാണുള്ളത്, ഒരു കമ്പ് മാത്രം നമ്മൾ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി വരച്ച് ചേർക്കണം. അപ്പം ചെടിയുടെ ബാക്കി ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതി ചേർക്കണം. ഒന്നിവിടെ തന്നിട്ടുണ്ട്, എന്താണ്? വേര്. അടുത്ത എന്തൊക്കെയാണ്? പിന്നെ എന്തൊക്കെ എഴുതാം? ഇല, തണ്ട്, പൂവ്, കായ. ഇതൊക്കെ ചെടിയുടെ മറ്റ് ഭാഗങ്ങളാണ്. അതൊക്കെ വരച്ച് ഈ ചിത്രം നമുക്ക് പൂർത്തിയാക്കണം. പിന്നെ സസ്യഭാഗങ്ങളുടെ മറ്റ് പേരുകൾ പരിചയപ്പെടാം. ഇപ്പം പറഞ്ഞ ഭാഗങ്ങൾക്ക് തന്നെ വേറെയും പേരുകളുണ്ട്. എന്തൊക്കെയാണ്? തണ്ടിന് കാണ്ടെന്ന് പറയും, ഇലയ്ക്ക് പത്രം എന്ന് പറയും, വേരിന് മൂലം എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ട ഭാഗങ്ങളിൽ വരുന്നുണ്ട്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സസ്യഭാഗങ്ങൾക്ക് പറയുന്ന മറ്റ് പേരുകളാണ്. തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? അപ്പോൾ ഒരുപോലെയല്ലല്ലേ, സസ്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കണ്ടാച്ചില്ല. ആ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ ചെടികൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നല്ലേ. വലിയൊരു മരമുണ്ട്, താഴെ കുറച്ച് ചെറിയ ചെറിയ ചെടികളുണ്ട്. അപ്പം പലതരത്തിലും അത് വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? വലിപ്പത്തില്ലേ, അതിവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ചെടികളെല്ലാം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് എന്തൊക്കെ എഴുതാൻ പറ്റും? പിന്നെ തണ്ടിൻ്റെ കാഠിന്യം അല്ലേ, ചെടികൾ തമ്മിൽ തണ്ടിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ആയുസ്, പല ചെടികൾക്കും ആയുസ് വ്യത്യാസമാണ് അല്ലേ. കൂടുതൽ കാലം നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഉണ്ടായി നശിച്ചു പോകുന്നതുണ്ട്. അപ്പോൾ ആയുസിൻ്റെ കാര്യത്തിലും ഇവ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കൂടുതലായി വളരുന്ന സ്ഥലം. അപ്പം ചില ചെടികൾ എല്ലായിടത്തും ഒക്കെ ഉണ്ടാകുന്നുണ്ടാവും, പക്ഷേ ഇവ കൂടുതലായി ചില പ്രത്യേക സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഗുണം കിട്ടുക, ആ ചെടി കൊണ്ടുള്ള ഗുണം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ചെടി കൂടുതലായിട്ട് വളരുന്നത് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും അല്ലേ. അങ്ങനെ ഉള്ള വ്യത്യാസമുണ്ട്. പല ചെടികളും എല്ലായിടത്തും ഒരുപോലെ വളരുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, അതിൽ കുറേ ചെടികളുണ്ട്, പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്കിനി എഴുതേണ്ടത്. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? അപ്പം ഈ തന്ന ചെടികളുടെ
സവിശേഷതകൾ നമ്മൾക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു നോക്കാം. ഇവിടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. ടിക്ക് എന്ന് പറഞ്ഞാൽ ശരി മാർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഇത്? അവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കണം. അപ്പോൾ എന്താ പറയുന്നത്? സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ സ്കൂളിൽ കുറേ സസ്യച്ചെടികൾ ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഇവിടെ വളർത്തുന്നതൊക്കെ ഉണ്ട്, എല്ലാ സ്കൂളിലും ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ പട്ടിക നമുക്കുണ്ടാക്കി പൂർത്തിയാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പട്ടികയിൽ തന്നിട്ടുള്ളത്? സസ്യം ഏതാണെന്ന് എഴുതണം, പിന്നെ അതിൻ്റെ തണ്ട്, വലിപ്പം, നിലനിൽക്കുന്ന കാലം, ഇങ്ങനെയൊക്കെ കള്ളി വരഞ്ഞ് എഴുതണം നമുക്ക് കേട്ടോ. അപ്പം ഇതിൽ ചീര തന്നിട്ടുണ്ട്, സസ്യമായിട്ട് ചീര തന്നിട്ടുണ്ട്. അതിൻ്റെ തണ്ട് എങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അവർ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മൃദുവാണ്, കാഠിന്യമുള്ളതാണ്, വളരെ കാഠിന്യമുള്ളതാണ്. പിന്നെ വലിപ്പവും കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെറുത്, ഇടത്തരം, വലുത്. പിന്നെ നിലനിൽക്കുന്ന കാലം, അതുകൊണ്ട് മാസങ്ങൾ, വർഷങ്ങൾ, വളരെയധികം വർഷങ്ങൾ, ഇങ്ങനെയായി കള്ളിയിൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പം ചീര എങ്ങനെയാണുള്ളത്? ചീര മൃദുവായതാണ്, ചെറുതാണ്, വലിപ്പം ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങളാണ്. പിന്നെ ചെമ്പരത്തി സസ്യത്തിൻ്റെ പേര് ചെമ്പരത്തിയാണുള്ളത്. അപ്പം തണ്ട് എങ്ങനെയാണ്? കാഠിന്യമുള്ളതാണ്, വലിപ്പം ഇടത്തരാണ്, നിലനിൽക്കുന്ന കാലം വർഷങ്ങൾ നിലനിൽക്കും. പിന്നെ മാവ് എങ്ങനെയാണ്? തണ്ട് വളരെ കാഠിന്യമുള്ളതാണ്, വലിപ്പം വലുതാണ്, നിലനിൽക്കുന്ന കാലം വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും. അപ്പോൾ ഇത്രയും ഇവിടെ തന്നതാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് പൂരിപ്പിക്കണം, കള്ളി നമുക്ക് പൂരിപ്പിക്കാം. തെങ്ങ് എഴുതാം അല്ലേ? തെങ്ങ് തണ്ട് എങ്ങനെയാണ്? വളരെ കാഠിന്യമുള്ളതാണ്, വലിപ്പം വലുതാണ്, പിന്നെ നിലനിൽക്കുന്ന കാലം എങ്ങനെയാണ്? വളരെയധികം വർഷങ്ങൾ തെങ്ങ് നിലനിൽക്കും. എന്താണ്? തൊട്ടാൽവാടി തണ്ട് കാഠിന്യമുള്ളതാണ്, വലിപ്പം ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങളെ നിലനിൽക്കുകയുള്ളൂ. നെല്ല് മൃദുവാണ്, ചെറുതാണ്, നിലനിൽക്കുന്ന കാലം മാസങ്ങളാണ്. തെച്ചി തണ്ട് കാഠിന്യമുള്ളതാണ്, ഇടത്തരം വലുപ്പമാണ്, വർഷങ്ങൾ നിലനിൽക്കും. ചെടി കാഠിന്യമുള്ളതാണ്, തണ്ട് ഇടത്തരം വലുപ്പമാണ്, വർഷങ്ങൾ നിലനിൽക്കും. പട്ടികയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി? അപ്പം നമ്മളിവിടെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്തിനെ ബന്ധപ്പെടുത്തിയാണ്? ചെടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയിട്ടില്ലേ? അവയുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ, അവയുടെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ അവയുടെ തണ്ടുകളൊക്കെ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അത് ബന്ധപ്പെടുത്തി നമ്മളൊരു പട്ടിക ഉണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചതിനെപ്പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. അപ്പം നമ്മളിങ്ങനെ തരംതിരിച്ചില്ലേ, അത് വെച്ചിട്ട് ഈ ചെടികളൊക്കെ എന്താണ് അവരെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതും. അല്ലേ, ഇതെന്താണ് ഇവിടെ തന്നിരിക്കുന്ന ചെടി അല്ലേ? അത് ചീരയാണ് അല്ലേ? ചീര. അപ്പോൾ അത് പറയുന്നത് എന്താണ്? എന്നെ എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവയുടെ പ്രത്യേകത നമ്മൾ എഴുതണം. അപ്പോൾ 2 ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നത്? തണ്ട് മൃദുവാണ്. ചീര നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ തണ്ട് മൃദുവായിരിക്കും, വളരെ സോഫ്റ്റാണ്. പിന്നെ അതിന് ആഴത്തിൽ വേരോട്ടമില്ല. ചെറിയ ചെടി ആയതുകൊണ്ട് അതിന് ആഴത്തിൽ വേരോട്ടമില്ല. ഇനി നമുക്ക് എന്ത് എഴുതാം? പിന്നെ എന്താണ്? ഇത് ചെറുതാണ്. പിന്നെ ഇവ ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇവ എന്നല്ല, ഈ ചെടി പറയുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ ചെറിയ വേരുകളാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടുത്ത മാവ് എന്താ പറയുന്നത് നോക്കാം. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ അല്ലേ? മാവൊക്കെ മരങ്ങളിൽ പെട്ടതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ തന്നെന്താന്ന്? വളരെ കാഠിന്യമുള്ള തണ്ടാണ് അല്ലേ? മാവ് നേരത്തെ നമ്മൾ പറഞ്ഞ ചീരയാണ്. അതിൻ്റെ എന്താണ്? വളരെ കുറഞ്ഞ ചെറിയ നേരത്തെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടാണ്. അത് നിങ്ങൾക്കറിയാം. മാവിന് നമുക്ക് നോക്കിയിട്ട് ഭയങ്കര വണ്ണാണ് അല്ലേ തണ്ടിന്? അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പിന്നെ എന്താണ്? വലിയ മരമാണ്, കൂടുതൽ വർഷങ്ങൾ നിലനിൽക്കും, ആഴത്തിൽ വേരുകളുണ്ട്. ഇതൊക്കെ ഈ മരങ്ങളുടെ പ്രത്യേകതകളാണ്. അടുത്തെന്താണ്? ഇവിടെ ചെമ്പരത്തിയാണ് തന്നത് അല്ലേ? ചെമ്പരത്തി എന്താ പറയുന്നത് നോക്കാം. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണ്. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. അപ്പം ഈ ചെടിക്ക് ചെമ്പരത്തിക്കൊക്കെ തണ്ടിന് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ അവ എന്താണ്? കുറ്റിച്ചെടികളാണ്. മരങ്ങൾ പോലെ ഒരുപാട് വലുതായിട്ട് വളരില്ല, ചെറിയ രീതിയിലേ വളരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? കട്ടിയുള്ള തണ്ടാണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇടത്തരം കട്ടിയുള്ള തണ്ടാണ്, ഏതാനും വർഷങ്ങൾ നിലനിൽക്കും അല്ലേ? വേഗം ഉണ്ടായി പോവില്ലെങ്കിൽ കുറച്ച് കാലം ഇത് നിലനിൽക്കും. പിന്നെ ഇതിൻ്റെ തണ്ടിന് കുറച്ച് കട്ടിയുണ്ട്, വളരെ സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 3 ഗ്രൂപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. അപ്പോൾ അതിൽ വർഗത്തിൽപ്പെട്ട ചീര, ചെമ്പരത്തി, മാവ് എന്നിവയും നമ്മൾ പറഞ്ഞു അല്ലേ?
അപ്പോൾ ഇവയുടെ കൂട്ടത്തിൽപ്പെട്ട ആരെല്ലാമായിരിക്കും ഇനി ഉണ്ടാവുക, അതിൻ്റെ ഒരു പട്ടിക നമുക്ക് പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ തന്നത് ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. അപ്പോൾ അതിൽ ഔഷധിയിൽപ്പെട്ടത് ചീരയുണ്ട്, കുറ്റിച്ചെടികളിൽ ചെമ്പരത്തിയുണ്ട്, മരങ്ങളിൽ മാവുണ്ട്. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് പൂരിപ്പിക്കണം. അപ്പോൾ ചീരയുടെ കൂട്ടത്തിൽപ്പെട്ട നമുക്ക് എഴുതാം. നെല്ലുണ്ട്, ചോളം, മല്ലിയില, പുതിയിനല, പുൽച്ചെടികൾ. ഇതൊക്കെ ഔഷധികൾ ഗ്രൂപ്പിൽ പെട്ടതാണ്. പിന്നെ ചെമ്പരത്തിയുടെ ഗ്രൂപ്പിൽപ്പെട്ട അല്ലേ, പനനീർ ചെടി, തെച്ചി, തുളസി, മുല്ല, മന്ദാരം കുറ്റിച്ചെടികൾ വിഭാഗത്തിൽപ്പെട്ടത്. പിന്നെ മാവിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടത് തെങ്ങ്, പ്ലാവ്, ആൽമരം, വേപ്പ്, കവുങ്ങ്. ഇത് മരങ്ങൾ വിഭാഗത്തിൽപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ പട്ടിക നമുക്ക് പൂർത്തിയാക്കാം. ചേർത്ത് വരയ്ക്കൂ. അപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓരോരോ ചെടികളാണല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വിഭാഗങ്ങളും തന്നിട്ടുണ്ട് അല്ലേ. കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങളും പറഞ്ഞ് ഓരോ ചെടീൻ്റെ വിഭാഗങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് വരച്ച് ചേർക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ് കുറ്റിച്ചെടികൾ. കുറ്റിച്ചെടികളിൽ ഏതൊക്കെയാണ് വരുന്നത്? റോസാ ചെടിയുണ്ട്, തെച്ചിപ്പൂവുണ്ട്. പിന്നെ ഔഷധികളിൽ നെല്ല് വരുന്നുണ്ട്, പിന്നെ ചീര വരുന്നുണ്ട്, മുക്കുറ്റി വരുന്നുണ്ട്. അതൊക്കെ ഔഷധികളിലാണ്. പിന്നെ മരങ്ങൾ എന്നുള്ളത് ഏതെല്ലാണ്? തെങ്ങ്, പിന്നെ അരയാൽ, ഇതൊക്കെ ആൽമരം അല്ലേ, അതൊക്കെ എന്താണ്? മരങ്ങളിൽ പെട്ടതാണ്. അപ്പം നമുക്കിതിങ്ങനെയാണ് വരച്ച് ചേർക്കാൻ പറ്റുക. വള്ളിച്ചെടികൾ. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഒരു വള്ളിച്ചെടീൻ്റെ ചിത്രമാണത്. ഇതിലെന്താണുള്ളത്? മത്തൻ കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെയുണ്ട്. അപ്പം നമ്മളിപ്പം നേരത്തെ പല ചെടികളെ പറ്റിയും പറഞ്ഞു അല്ലേ, മരങ്ങളെ പറ്റി പറഞ്ഞു, മറ്റു ചില ചെടികളെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങളും ഇവിടെയുണ്ട് വള്ളിച്ചെടികൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത, എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എഴുതി നോക്കൂ. അപ്പോൾ ഇവർക്കും അവരുടേതായ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് എന്ത്? വള്ളികളായി പടരുന്നു. ഇവ വള്ളികളായിട്ടാണ് പടരുന്നത്. പിന്നെ നിവർന്ന് നിൽക്കാൻ കഴിയില്ല, ഈ ചെടികൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതല്ലാതെ വേറെ ഇവയ്ക്ക് പ്രത്യേകതകളുണ്ട്. നമുക്കതൊന്ന് എഴുതി നോക്കാം. പിന്നെ ചില വള്ളിച്ചെടികൾ നിലത്ത് പടരുന്നവയാണ്. അവ നിലത്തൂടെ ഇങ്ങനെ പടർന്നു പോകും. പിന്നെന്താണ്? ചിലത് താങ്ങിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയാണ്. അപ്പോൾ എന്തെങ്കിലും കമ്പോ കാര്യങ്ങളോ വെച്ച് കൊടുത്താൽ, ഒരു ചെറിയ പന്തലോ ഒക്കെ ഇട്ട് കൊടുത്താൽ അതിൽ എന്താണ് വള്ളി പിടിച്ച് വളരുന്ന ചെടികളുണ്ട്. അപ്പം ഇതൊക്കെ ഈ വള്ളിച്ചെടികളുടെ പ്രത്യേകതകളാണ്. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ നമ്മളിപ്പോൾ വള്ളിച്ചെടികളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതല്ലാതെ കൂടുതൽ ഏതൊക്കെയുണ്ട് നമുക്ക് കണ്ടെത്തി എഴുതാം. ഏതൊക്കെയാണ്? വെള്ളരി, കുമ്പളം, തണ്ണിമത്തൻ, കയപ്പ, പടവലം, പയർ, കോവയ്ക്ക, മുന്തിരി. ഇതല്ലാതെ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ വള്ളി പോലെ പടരുന്ന ചെടികൾ മക്കൾക്ക് വേറെയും കണ്ടെത്തി എഴുതാം. പിന്നെ വള്ളിച്ചെടികൾ 2 തരമുണ്ട്. നിലത്ത് പടരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. അപ്പോൾ ഈ 2 തരത്തിലെ വള്ളിച്ചെടികളുണ്ട്. സസ്യങ്ങൾ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? അപ്പോൾ ഇതവിടെ 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. താമരയുണ്ട്, ആമ്പലുണ്ട്, അതിൽപ്പെട്ട സസ്യങ്ങളാണ്. ഇവയൊക്കെ എന്താണ്? ജലത്തിൽ വളരുന്നവയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എഴുതണം. നമുക്കത് എഴുതി നോക്കാം. ഇവയുടെ തണ്ടുകൾ പൊതുവെ വേഗത്തിൽ വളയുന്നവയും മൃദുവും ആയിരിക്കും. വേരുകളും തണ്ടുകളും വെള്ളത്തിൽ മുങ്ങിയാണ് ഇരിക്കുന്നത്. ചില ജലസസ്യങ്ങളുടെ ഇലകളിലും തണ്ടുകളിലും വായു നിറഞ്ഞ അറകളുണ്ട്. ഇത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ ഈ സസ്യത്തെ സഹായിക്കുന്നു. അപ്പം മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ജലത്തിൽ കുറേ പലതരം ചെടികൾ, പൂക്കളൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ. ഇവയൊക്കെ എന്താണ്? ജലസസ്യങ്ങളാണ്. അപ്പോൾ അടുത്ത കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. നമുക്ക് കുറച്ച് കൂടുതൽ ജലസസ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ 3 എണ്ണല്ലേ നമ്മൾ ചിത്രത്തിൽ ബുക്കിൽ തന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാം. ആമ്പൽ, താമര, കുളവാഴ, വാട്ടർ ലില്ലി, ആഫ്രിക്കൻ പായൽ. ഇതല്ലാതെ വേറെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. വിത്തിനുള്ളിലെ ജീവൻ. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടില്ലേ, കണ്ടില്ലേ മക്കൾ? എന്താണത്? അതൊരു വിത്ത് മുളച്ച് പുറത്തേക്ക് വന്ന ചിത്രമാണ്. അപ്പോൾ അതെന്താ പറയുന്നത്? ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ മണ്ണിലായിരുന്നു. അപ്പോൾ അത് മണ്ണിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ വെളിച്ചം കണ്ടപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മക്കൾ കണ്ടിട്ടുണ്ടോ വിത്ത് മുളച്ച് വരുന്നത്? എന്തെങ്കിലും വിത്ത് മുളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം, അല്ലെങ്കിൽ നമുക്കതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ച് വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? അപ്പം ഈ വിത്ത് മുളച്ച് വരുമ്പം പല മാറ്റങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓരോന്നായിട്ട് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് വരുന്നത് ഏത് ഭാഗമായിരിക്കും? ഏത് ഭാഗമാണ് വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് വരിക?
ആദ്യം മുളച്ച് വരിക വേരാണ്. വേര് വരുന്ന ഭാഗമാണ് ആദ്യം വിത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ ഇല വരും. 7 ദിവസത്തിനുള്ളിൽ ഇല വരും. പിന്നെ ചില വിത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പം 7 ദിവസം ചിലപ്പം കഴിയാൻ ചാൻസ് ഉണ്ട്. അത് ചില വിത്തിനനുസരിച്ച്. അധികവും 7 ദിവസത്തിനുള്ളിൽ ഇല പുറത്തേക്ക് വരും. നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രവും വരച്ച് ചേർക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ, എൻ്റെ കണ്ടെത്തലുകളൊക്കെ നിരീക്ഷിച്ച് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. നിരീക്ഷണ കുറിപ്പ്. വിത്ത് കുതിർന്ന് വലുതായി അതിൻ്റെ പുറന്തോട് പൊട്ടുന്നു. പിന്നീട് ആദ്യമായി വേര് വരാൻ തുടങ്ങുന്നു. അതിനുശേഷം മുകളിലേക്കുള്ള ഭാഗം വരാൻ തുടങ്ങുന്നു. പിന്നീട് പൊട്ടിയ വിത്തിൽ നിന്ന് ഇലയുടെ ചെറിയ ഭാഗം കാണാൻ തുടങ്ങുന്നു. അതിനുശേഷം മുകളിലേക്കുള്ള ഭാഗം കൂടുതൽ വളരുകയും ഇല കൂടുതലായി വലുതാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയ നിരീക്ഷണക്കുറിപ്പ്, നമ്മളുടെ കണ്ടെത്തലുകൾ. ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാവുന്നതുമൊക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഒരു മാതൃകയുണ്ട് അല്ലേ, ഒന്ന് തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. വിത്തിൻ്റെ പേര് എഴുതണം, വിത്ത് എന്നാ നട്ട് എന്നുള്ള തീയതി എഴുതണം, മുള വന്ന ദിവസം, പിന്നെ ആദ്യ ഇല വിരിഞ്ഞ തീയതി, 2 ഇലകൾ വന്ന തീയതി, പിന്നെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ. അതെന്തിൻ്റെയൊക്കെ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ? ഉയരത്തിൽ, വണ്ണത്തിൽ, ഇലകളുടെ എണ്ണത്തിൽ. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ എഴുതണം. പിന്നെ പൂവ് വന്ന തീയതി, കായ് വന്ന തീയതി. അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻ്റെ അകത്ത് എഴുതി ചേർക്കാണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം. വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടില്ലേ അല്ലേ? ചിത്രം കാണുന്നില്ലേ മക്കൾ? 2 കൊച്ചു കുട്ടികൾ എന്താണ് അവിടെയുള്ള ചെടികളെ പറ്റി പറയുകയാണ്. അപ്പോൾ ഒന്നെന്താണ് പറയുന്നത്? ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണിതെല്ലാം. അപ്പോൾ ഒരു കറിവേപ്പിൻ്റെ തൈയുണ്ട് അവിടെ, പിന്നെ ഒരു ഇലമുളച്ചിൻ്റെ ഉള്ളേ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ്. അപ്പോൾ ആ കറിവേപ്പിൻ്റെ തൈ എങ്ങനെ ഉണ്ടായത്? അതിൻ്റെ വേരിൽ നിന്നാണ് ഉണ്ടായത്. കണ്ടില്ലേ? വേരിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നു. പിന്നെന്താ? ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇലമുളച്ചിയുടെ തൈകൾ എന്താണ്? ഇലയിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് വേറൊരു തൈ ഉണ്ടാകുന്നത്. കറിവേപ്പിൻ്റെ ആണെങ്കിൽ വേരിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിമുളച്ച് കറിവേപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? വിത്തില്ലാതെയും, ചെടികളുടെ വിത്തില്ലാതെയും ആ ചെടീൻ്റെ ചെറിയ ചെടികൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് വിത്തില്ലാതെയും ചെടികൾ എന്ന് പറഞ്ഞത്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരംതിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവർ സ്കൂൾ ഉദ്യാനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ചെടികളൊക്കെ നടുന്നുണ്ട്. അപ്പം അതും ഓരോന്നും ഓരോ വിഭാഗത്തിൽ പെട്ടവയാണ്. വിത്ത് മുളച്ചിട്ടുണ്ടാവുന്നവ, വേരിലൂടെ ഉണ്ടാവുന്നവ, കാണ്ഡം കുഴിച്ചിട്ടിട്ട് കാണ്ഡം നട്ടിട്ട് ഉണ്ടാവുന്നവ, ഇലയിൽ നിന്ന് ഉണ്ടാവുന്നവ, ഇങ്ങനെയാണ് അവ ഉള്ളത്. അപ്പം നമുക്കതൊക്കെ ഒന്ന് വേർതിരിച്ച് എഴുതാം. അപ്പോൾ ആദ്യം വിത്ത് മുളച്ചിട്ടുണ്ടാവുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ ശേഖരിച്ച ചെടികളിൽ ഏതൊക്കെയാണ്? മാവുണ്ട്, മത്തനുണ്ട്, കടപ്ലാവുണ്ട്. ഇതല്ലാതെ നമുക്ക് കൂടുതലായിട്ട് എന്ത് എഴുതാം? തെങ്ങ് എഴുതാം, കവുങ്ങ് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിയുന്നുണ്ടോ അത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് വേരിൽ നിന്ന് ഉണ്ടാവുന്നവ. മുല്ലയുണ്ട്, പിന്നെ നമുക്ക് എന്ത് എഴുതാം? കൂടുതൽ എഴുതാം കറിവേപ്പില അല്ലേ? പിന്നെ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം. അടുത്തത് കാണ്ഡം മുളപ്പിച്ചിട്ട് ഉണ്ടാവുന്നവ ഏതൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത്? ചെത്തിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, റോസ് ഉണ്ട്. കൂടുതലായിട്ട് നമുക്കെന്താ? മൈലാഞ്ചി ചെടി എഴുതാം, കരിമ്പ് എഴുതാം അല്ലേ? പിന്നെ നിങ്ങൾക്കറിയാവുന്നതും എഴുതാം. അടുത്തത് ഇലയിൽ നിന്നും മുളച്ച് വരുന്ന ചെടികൾ. അപ്പം അവരുടെ കൂട്ടത്തിൽ ഏതാണുള്ളത്? നിശാഗന്ധിയാണുള്ളത് അല്ലേ? നിശാഗന്ധി. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇലമുളച്ചി എന്താണ്? ഇലയിൽ നിന്ന് മുളച്ച് വരുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതുക നിങ്ങൾ. അപ്പോൾ ഈ പാഠത്തിൻ്റെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ മക്കൾ നന്നായിട്ട് ചെയ്യുക. പിന്നെ മക്കൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
പിന്നെ ഈ വീഡിയോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്കിനി പാർട്ട് 2 കാണാം.